ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ യൂണിറ്റായ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്ന യൂണിറ്റിലെ എല്ലാ കാര്യങ്ങളും പാഠവിശദീകരണവും എല്ലാതുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കറിയാം 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് അല്ലേ. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ആദ്യമായി വന്നിരിക്കുന്ന പാഠം എന്ന് പറയുന്നത് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്ന പാഠമാണ്. അപ്പോൾ നമുക്ക് ആ പാഠത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. യൂണിറ്റ് 1, ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരിക്കുന്നില്ല. പകുതി കുരങ്ങനും പകുതി മനുഷ്യനുമായിരുന്നു അവർ. ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതിൽ വിശേഷിച്ച് ഒരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കുന്നല്ലോ. അത് ഒരു ആദിമ മനുഷ്യൻ്റെ തലയോടാണത്രേ. ആ ആദിമ മനുഷ്യൻ ഇപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കണ്ടുകിട്ടിയത് കൊണ്ടാണ് ആ പേര് വന്നത്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, ജവഹർലാൽ നെഹ്റു. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഭാഗമാണ്. അതായത് ആദിമ മനുഷ്യർ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഒന്നുമായിരുന്നില്ല. അവരെന്ന് പറയുന്നത് പകുതി കുരങ്ങനും അതുപോലെ തന്നെ മനുഷ്യരുമായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യന്മാർ അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത് കുരങ്ങന്മാർ ജീവിക്കുന്നത് പോലെയായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്നതൊക്കെയാണ് പറയുന്നത് ഇവിടെ. ഓക്കെ, ഇനി ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്രശേഷിപ്പ് എന്താണ്? ആദിമ മനുഷ്യൻ്റെ ഒരു തലയോടാണ് ജവഹർലാൽ നെഹ്റു ഇവിടെ പരാമർശിക്കുന്ന ചരിത്രശേഷിപ്പ്. ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എവിടെ നിന്നാണ് ഈ തലയോട് ലഭിച്ചത്? ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം കുഴിച്ചപ്പോൾ കണ്ടെത്തിയതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ആദിമ മനുഷ്യൻ്റെ ഈ ചരിത്രശേഷിപ്പിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ചോ ആ കാലഘട്ടത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അക്കാലത്തെ മനുഷ്യരുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാലോ? അപ്പോൾ നമ്മളേക്കാൾ വർഷക്കണക്കിന് മുമ്പ് ജീവിച്ചിരുന്നവർ എങ്ങനെയാണ് ജീവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാലഘട്ടത്തെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ആ കാലത്തെ മനുഷ്യരുടെ ചരിത്രമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ പൂർവികരെ കണ്ടെത്താം. സിനു തൻ്റെ കുടുംബത്തിലെ മുൻ തലമുറയിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കുടുംബവൃക്ഷം ശ്രദ്ധിക്കൂ. അതായത് സിനു എന്ന് പറയുന്ന കുട്ടി തയ്യാറാക്കിയ കുടുംബവൃക്ഷമാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ സിനുവിൻ്റെ അമ്മയും അച്ഛനുമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അമ്മയുടെ ആരാണ്? അമ്മയുടെ അച്ഛനും അമ്മയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ അച്ഛനെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളാവുമ്പോൾ ഒരുപാട് പേര് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ എത്ര തലമുറകളെ കുറിച്ച് വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമുക്കൊരു 4-5 തലമുറ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര തലമുറ കണ്ടെത്താൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ അനേകായിരം തലമുറകൾക്ക് പിറകോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ആദിമ മനുഷ്യരെ ചെന്നെത്താം. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ തലമുറ കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവസാനം ആദിമ മനുഷ്യരെ നമുക്ക് ചെന്നെത്താൻ കഴിയും. ഇനി എന്താണ് BC അല്ലെങ്കിൽ CE എന്ന് പറയുന്നതൊക്കെ നോക്കാം. അതായത് കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അതായത് 2 കാലഘട്ടങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. പൊതുവർഷത്തിന് മുമ്പ്, അതായത് ബിഫോർ കോമൺ ഇറ BCE എന്ന് പറയുന്നതും, അതുപോലെ തന്നെ കോമൺ ഇറ അതായത് പൊതുവർഷവും, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ BC, അതുപോലെ തന്നെ AD എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം BC ബിഫോർ ക്രൈസ്റ്റ് എന്ന, ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള കാലത്തിന് AD അന്നോ ഡൊമിനി എന്നും അറിയപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഇത് യഥാക്രമം BCE എന്നും CE എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് ഇത് അറിയപ്പെടുന്നത് എന്താണ്? BCE CE, അതായത് ബിഫോർ കോമൺ ഇറ എന്നതും അതുപോലെ കോമൺ ഇറ എന്നുമാണ് പറയുന്നത്. അതായത് യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ളത് ബിഫോർ ക്രൈസ്റ്റും ശേഷമുള്ളത് അന്നോ ഡൊമിനി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് BCE എന്ന് പറയുന്നതും CE എന്ന് പറയുന്നതും.
അപ്പോൾ ഇവിടെ ഒരു നൂറ്റാണ്ട് എന്നാൽ 100 വർഷമാണ്. അതായത് നൂറ്റാണ്ടുകൾക്കപ്പുറം എന്നൊക്കെ നമ്മൾ പറയുന്നത് നൂറ്റാണ്ട്, ഒരു നൂറ്റാണ്ട് 100 വർഷമാണ്. ഒരു ദശലക്ഷം വർഷം എന്നാൽ 10 ലക്ഷം വർഷം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും നോക്കാം. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യ ഫോസിലുകൾ. എന്താണ്? ആദിമ മനുഷ്യരെ കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ അവരെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ആകെ പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് മനുഷ്യ ഫോസിലുകളാണ്. അപ്പോൾ എന്താണ് ഈ ഫോസിലുകൾ എന്ന് നമുക്ക് പഠിക്കണ്ടേ? ഫോസിലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മൾ മനുഷ്യാവശിഷ്ടങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ സസ്യങ്ങളുടെയും ഒക്കെയാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. മനുഷ്യ ഫോസിലുകൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ അവശിഷ്ടങ്ങളെയാണ് മനുഷ്യ ഫോസിലുകൾ എന്ന് പറയുന്നത്. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഫോസിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് പരീക്ഷണമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇത് ഇത്ര വർഷം പഴക്കമുള്ളതാണ് എന്നിവയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്താണ് മനുഷ്യൻ്റെ ഉത്ഭവവും പരിണാമത്തെക്കുറിച്ചിട്ടുമൊക്കെ ഒരു ചരിത്രം നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി മനുഷ്യ പരിണാമം നോക്കാം. അപ്പോൾ മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിനാണ്. ആരാണ്? ചാൾസ് ഡാർവിൻ. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതായത് ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിന്നിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെയാണ് ഈ മനുഷ്യൻ്റെ ഉത്ഭവം ഉണ്ടായതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹം ഒരു പേരും നൽകിയിട്ടുണ്ട്. പരിണാമം എന്നാണ് അദ്ദേഹം പേര് നൽകിയിട്ടുള്ളത്. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ച് സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പോൾ ഏതാണ് ബുക്കിൻ്റെ ഒരു ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഓക്കെ, ഈ ചാൾസ് ഡാർവിനെ കുറിച്ച് നോക്കാം. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയയെല്ലാം മനസ്സിലാക്കിയ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു. അപ്പം അദ്ദേഹമാണ് പരിണാമ സിദ്ധാന്തത്തിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വിശദീകരണവും വിവരങ്ങളും ഒക്കെ നമുക്ക് നൽകിയിട്ടുള്ളതെന്ന് വേണ്ട അദ്ദേഹത്തിൻ്റെ ബുക്കുകളിലൂടെയും ഒക്കെയാണ്. അദ്ദേഹം അപ്പം എന്താണ് പ്രകൃതി ശാസ്ത്രജ്ഞനായിരുന്നു ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മനുഷ്യരുടെ പൂർവികർ. ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വർഷങ്ങൾ മുമ്പാണ് അവർ ജനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ രൂപം കൊണ്ടിട്ടുള്ളത്. സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. അതായത് പ്രൈമേറ്റുകളിൽ നിന്നിട്ടാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത്? പ്രൈമേറ്റുകൾ, അതായത് സസ്തനികളിൽ ഒരു വിഭാഗത്തിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് എന്തായി മാറി? ഹോമിനോയിഡുകളായിട്ട്, അതായത് 4 കാലിൽ നടക്കുന്ന മൃഗങ്ങളായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിഭാഗമായിട്ട് മാറി. ആ ഹോമിനോയിഡുകളിൽ നിന്ന് ഹോമിനിഡുകളായി, അതായത് ഇരുകാലുകളിൽ നടത്തം ആരംഭിച്ചു. ഇനി അത് വീണ്ടും എന്തായി 2ആയി വിഭജിച്ചിട്ടുണ്ട്. ആസ്ട്രോലോപിത്തക്കസ് എന്ന് പറയുന്നതും ഹോമോ എന്ന് പറയുന്നത്. എന്നിട്ട് എന്തുണ്ടായി? അതായത് ഹോമോ എന്ന് പറയുന്നതിന് 3 വിഭാഗമായി തിരിച്ചു. അതാണ് ഹോമോ ഹാബിലിസ്, അതായത് ഉപകരണ നിർമ്മാതാക്കൾ എന്ന് പറയുന്നതും ഹോമോ ഇറക്ടസ്, അതായത് നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. അതായത് ഇത് നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ ബയോളജിയിലൊക്കെ കൃത്യമായി മനസ്സിലാകും. അതായത് ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊക്കെ നമ്മുടെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത്, ശാസ്ത്രീയ നാമം എന്ന് പറയുന്നതാണ് ഹോമോ സാപ്പിയൻസ്, ബുദ്ധിയുള്ള മനുഷ്യർ. അവസാനമാണ് ഇന്ന് കാണുന്ന ബുദ്ധിയുള്ള മനുഷ്യരായി ഹോമോ സാപ്പിയൻസ് ആയിട്ടുണ്ടായത്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് വളരെയധികം പ്രധാനപ്പെട്ടതാണ്, പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇത് എന്തായാലും പഠിക്കണം. നിങ്ങളിവിടെ സൈഡിൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ എഴുതി വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹോമോയുടെ ഉപവിഭാഗങ്ങൾക്ക് ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ് എന്നിവയാണ് ഫ്ലോ ചാർട്ടിൽ നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഹോമോ സാപ്പിയൻസിൽ വിഭാഗത്തിൽ പെടുന്നവരാണ്. ഓക്കെ,
നമ്മൾ ഏത് വിഭാഗത്തിലാണ്? ഹോമോസാപ്പിയൻസിലാണ്. ഇനി ചുവടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. മനുഷ്യ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളും അവയുടെ സവിശേഷതകളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലോ ചാർട്ട് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതായത് മനുഷ്യ പരിണാമം എന്ന് പറയുന്നത് ആദ്യം ആരംഭിച്ചത് പ്രൈമേറ്റുകളിൽ നിന്നിട്ടാണ്. അതായത് സസ്തനികളുടെ ഒരു വിഭാഗത്തിൽ നിന്ന് അത് 4 കാലുകളിൽ നടത്തം ആരംഭിച്ചു, അതിനുശേഷം ഇരുകാലിൽ നടത്തം ആരംഭിച്ചു, അങ്ങനെ അത് 2ആയി വിഭജിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതിയാലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്ലോ ചാർട്ട് എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇത് നന്നായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മനുഷ്യ വികാസത്തിന്റെ വിവിധ ഘട്ടങ്ങൾ, അതായത് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യ ജീവിതം ഉണ്ടായിട്ടുള്ളത്. ആദിമ മനുഷ്യർ വനാന്തരങ്ങളിലാണ് വസിച്ചിരുന്നത്, അതായത് കാടുകളിലായിരുന്നു വസിച്ചിരുന്നത്. കായ്കനികൾ ശേഖരിച്ചു മൃഗങ്ങളെ വേട്ടയാടി അവരുടെ മാംസഭക്ഷണമാക്കിയും അവർ ജീവിച്ചിരുന്നു. അതായത് പച്ച മാംസവും അതുപോലൊക്കെയാണ് അവരുടെ ഭക്ഷണവും, അതുപോലെ അവർ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ചുറ്റുപാടിൽ നിന്നും ലഭിച്ച പരുക്കൻ കല്ലുകളാണ് അവർ ആയുധമാക്കിയിരുന്നത്. അതായത് ഇന്നത്തെ പോലെ കത്തിയോ മടാളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് അവർ ചുറ്റുപാടുകളിൽ നിന്നുള്ള മറ്റുള്ള നല്ല പരുക്കനായിട്ടുള്ള കല്ലുകളായിരുന്നു അവരുടെ ആയുധം. ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നത് ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് പറയുന്നു. അതായത് ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തെയാണ് നമ്മൾ ശിലായുഗം എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ശിലകൾക്ക് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിലും ഉണ്ടായ പുരോഗതി അടിസ്ഥാനമാക്കി ശിലായുഗത്തെ 3 ഘട്ടങ്ങളായി തിരിക്കാം. അതായത് ശിലായുഗം എന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മിക്കുന്നതും ആയുധത്തിൻ്റെ ഉപകരണത്തിലുള്ള മാറ്റങ്ങളും ഒക്കെ ആയിട്ട് നമുക്കതിനെ 3 തരങ്ങളായിട്ട് തിരിക്കാവുന്നതാണ് ശിലായുഗത്തെ. അപ്പോൾ ശിലായുഗം 3 ഘട്ടങ്ങളായി തിരിക്കുമ്പോൾ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ പഠിച്ചു വെക്കണം. ഇനി വിവിധ ശിലായുഗ ഘട്ടങ്ങളിലുള്ള സവിശേഷതകൾ ശ്രദ്ധിക്കും. അതായത് പ്രാചീന ശിലായുഗത്തിൽ എന്തൊക്കെയാണ് സവിശേഷതകൾ ഉണ്ടായിരുന്നത് അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ശിലായുഗം, ഒന്നാമത്തത് പ്രാചീന ശിലായുഗം. ശിലായുഗത്തിലെ ആദ്യഘട്ടത്തിനെയാണ് പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി ശേഖരണങ്ങൾ വേട്ടയാടിയും ഉപജീവനമാക്കി. അപ്പോൾ ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ നമുക്ക് പരീക്ഷകളിലൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. മധ്യശിലായുഗത്തിലെ സവിശേഷതകൾ: സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യങ്ങളും ഭക്ഷണമാക്കി, മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി. അപ്പോൾ അതൊക്കെയാണ് മധ്യശിലായുഗം. ഇനി നവീന ശിലായുഗം നോക്കാം. നവീന ശിലായുഗം കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുകൾ ഉപയോഗിച്ചു. ചിത്രത്തിൽ നിന്ന് മനസ്സിലാകും, കൃഷി ആരംഭിച്ചു, ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്രങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് നവീന ശിലായുഗത്തിലെ സവിശേഷതകൾ. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്? ഇനി അടുത്തതെന്ന് പറയുന്നത് ഭിംബേത്ക ആണ്. അതായത് ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാകേന്ദ്രമായിരുന്നു മധ്യപ്രദേശിലെ ഭിംബേത്ക. അതിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമായി ശിലായുഗ കാലഘട്ടത്തിൽ മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഇനി വിവിധ ജീവിത രീതികളെ കുറിച്ചുള്ള ഇവിടുത്തെ ഗുഹാചിത്രങ്ങൾ നമ്മെ പറയുന്നു. അവരുടെ ആശയവിനിമയത്തെ തെളിവുകളാണ് ഈ ഗുഹാചിത്രങ്ങൾ. അപ്പോൾ അവരുടെ ഗുഹാചിത്രങ്ങളുടെ തെളിവുകളായിട്ട് നമുക്ക് കണക്കാക്കപ്പെടുന്നതാണ്. അപ്പോൾ ഇത് ഭിംബേത്ക, അത് മനസ്സിലാക്കി വെച്ചാൽ മതി, ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിവയുടെ പ്രത്യേകതകൾ സ്ട്രിപ്പുകൾ എഴുതി ബൗളിൽ വെക്കുക. വിവിധ ശിലായുഗങ്ങളുടെ പേരുകൾ എഴുതിയ ചാർട്ടുകളും ക്ലാസ്സിൽ ക്രമീകരിക്കുക. കുട്ടികൾ സ്ട്രിപ്പുകൾ എടുത്ത് ഉചിതമായ രീതിയിൽ ചാർട്ടിൽ ഒട്ടിക്കുക. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്, പ്രവർത്തനമാണ്. അപ്പോൾ നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടു കൂടി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെയ്യുക ക്ലാസ്സിൽ. നമുക്ക് അടുത്ത ഭാഗം പഠിക്കാം. കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും. അപ്പോൾ കൃഷി ആരംഭിച്ചത് ഏതിലാണ്? നവീന ശിലായുഗത്തിലാണ്. അപ്പോൾ അതിലുണ്ടായ മാറ്റങ്ങളും അതൊക്കെ നമുക്ക് പഠിക്കാം. കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിലാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾ സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായി വന്നു. കൃഷി പരിപാലനവും കൃഷിയിടങ്ങളിലെ വന്യജീവികളിൽ നിന്നുള്ള സംരക്ഷണവും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം ഉറപ്പിച്ചു. മറ്റുള്ളത്, അതായത് അവരെവിടെയാണ് നിൽക്കുന്നത് അവിടെ നിൽക്കുക, അല്ലെങ്കിൽ കാടുകളിൽ നിൽക്കുക, അതൊക്കെയായിരുന്നു അവരുടെ രീതി. പക്ഷെ കൃഷി ആരംഭിച്ചപ്പോൾ എന്താണ്, അവർക്ക് അവിടെ തന്നെ നിൽക്കേണ്ട ഒരു അനിവാര്യത വന്നു. കാരണം കൃഷിയൊക്കെ നോക്കണമെങ്കിൽ സംരക്ഷിക്കണമെങ്കിൽ അത് ആവശ്യമായിട്ട് വന്നു. അങ്ങനെ അവരെന്താണ്, ഒരു സ്ഥിരമായിട്ട് ഒരു സമീപത്ത് താമസം ഉറപ്പാക്കുകയും കൃഷി ആരംഭിക്കുകയും ചെയ്തു. സ്ഥിരവാസ മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അപ്പോൾ ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളത് മാർക്ക് ചെയ്തൊക്കെ
എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുണ്ടാവുക? വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. അതായത് അവർക്ക് താമസിക്കാനുള്ള ഒരു വീട് അതുപോലൊരു രീതിയിൽ ഒരു വാസസ്ഥലം നിർമ്മിച്ചു തുടങ്ങി. അതുപോലെ ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപെടാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അതായത് മനുഷ്യർ തമ്മിലൊരു സഹായ മനോഭാവം, അതുപോലെ തന്നെ അവരുമായി സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു തുടക്കം കൂടിയായിരുന്നു അതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്ഥിരവാസ കേന്ദ്രങ്ങളിൽ ക്രമേണ ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും വികാസം പ്രാപിച്ചു. അപ്പം അങ്ങനെ മനുഷ്യരെല്ലാം ഒത്തുകൂടിയിട്ട് അങ്ങനെ ഒരു ഗ്രാമമായി മാറി. അതുപോലെ തന്നെ പട്ടണങ്ങളുമൊക്കെ ആയിട്ട് നഗരങ്ങളുമൊക്കെ ആയിട്ട് അത് വികസിച്ചു വന്നുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിരവാസത്തിലൂടെ മനുഷ്യരിലും വന്നിട്ടുണ്ടായിരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ശിലയിൽ നിന്നും ലോഹത്തിലേക്ക്. മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവ ഏത് വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? അതായത് ആദ്യത്തേത് എന്തുകൊണ്ടാണ്? കല്ലുകൊണ്ടാണ്. രണ്ടാമത്തേത് ലോഹങ്ങൾ കൊണ്ടാണ്. അപ്പോൾ മനുഷ്യരെന്താണ്, അതായത് കല്ലുകളിൽ നിന്ന് ലോഹങ്ങളിലേക്ക് മാറുന്ന ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. മനുഷ്യർ ആദ്യം ഉപയോഗിച്ചത് ലോഹം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏതാണ്? ചെമ്പായിരുന്നു അവർ ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ചെമ്പായിരുന്നു മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹയുഗം എന്നാണ് വിളിക്കുന്നത്. അതായത് എന്താണ്? ലോഹയുഗം. അത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ഏതാണ്? അതായത് ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും മറ്റു ഉപകരണങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ലോഹയുഗം എന്ന് പറയുന്നത്. ഓക്കെ. മണ്ണ് ഉഴുതി മറിക്കാനും മരങ്ങൾ മുറിക്കാനും ഒക്കെയുള്ള കാഠിന്യവും ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം എന്ന ലോഹസങ്കരണം അവർ നിർമ്മിച്ചു. ഇപ്പം എന്താണ് അവർ നിർമ്മിച്ചത്? വെങ്കലം എന്ന് പറയുന്ന നല്ല ഉറപ്പും കാഠിന്യവുമുള്ള ഒരു ലോഹസങ്കരണമാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ വെങ്കലയുഗം എന്നറിയപ്പെടുന്നു. അപ്പം വെങ്കലം കൊണ്ടുള്ള മറ്റു ഉപകരണങ്ങളൊക്കെ നമ്മൾ വെങ്കലയുഗം. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു, ലോഹയുഗവും അതുപോലെ തന്നെ യുഗവും പഠിച്ചു. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ആരംഭിച്ചതോടെ മനുഷ്യ ജീവിതത്തിൽ കാതലായ മാറ്റങ്ങളുണ്ടായി. അവ ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് വെങ്കലം ഉപയോഗിച്ചതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്? വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ. ഉത്തരം: വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി. അതുപോലെ കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദന വർധനവിന് കാരണമായി. കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസനത്തിനും വഴിയൊരുക്കി. കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു. അപ്പോൾ ഒരുപാട് നല്ല മാറ്റങ്ങൾ വെങ്കലത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ആദ്യം ആ ചോദ്യം നോക്കാം. ശിലായുഗത്തിലെയും അതുപോലെ തന്നെ വെങ്കലയുഗത്തിലെയും മനുഷ്യജീവിതത്തിൻ്റെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അങ്ങനെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് നമ്മളെ 13ാമത്തെ പേജിൽ. അപ്പോൾ എന്താണ് നമുക്ക് എഴുതാം? നമുക്ക് ഉത്തരമായിട്ട് ആയുധങ്ങളും ഉപകരണങ്ങളുമായ പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം. മൃഗങ്ങളെ വേട്ടയാടിയും അവയിൽ നിന്ന് രക്ഷ നേടാനും കിഴങ്ങുകൾ കുഴിച്ചെടുക്കാനുമായിരുന്നു ആ കണ്ടുപിടുത്തം. ഗുഹകളിലായിരുന്നു താമസം. കിഴങ്ങുകളും പഴങ്ങളും വേട്ടയാടിക്കുന്ന മൃഗങ്ങളും മാംസവും അവർ ഭക്ഷണമാക്കി. വേട്ടയാടലായിരുന്നു പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യൻ്റെ പ്രധാന ഉപജീവന മാർഗം. ഗുഹകൾക്കുള്ളിൽ വെളിച്ചത്തിനും ആഹാരം വേവിക്കാനും അവർ തീ ഉപയോഗിച്ചു തുടങ്ങി. കല്ലിൻ തുണ്ടുകൾ, കൽച്ചീളുകൾ, എല്ലിൻ കഷ്ണങ്ങൾ, മരക്കമ്പുകൾ തുടങ്ങിയവയായിരുന്നു ശിലായുഗത്തിലെ മനുഷ്യരുടെ പ്രധാന ആയുധങ്ങൾ. മാറ്റങ്ങൾ പിന്നീടും ഒരുപാടുണ്ടായി. മൂർച്ചയുള്ള ആയുധങ്ങളിലൂടെ കൂർത്ത നഖങ്ങളില്ലാത്തതിനാൽ കുറവ് പരിഹരിച്ചു. ദൂരെയുള്ള ജീവിയെ ഓടിപ്പിക്കാൻ കഴിയാത്തതിനാൽ അമ്പും വില്ലും ഉപയോഗിച്ചു തുടങ്ങി. വെള്ളത്തിലൂടെ യാത്ര ചെയ്ത് മരത്തടികൾ ചേർത്ത് വെച്ചു. തോലുകൾ കൊണ്ട് കുപ്പായമുണ്ടാക്കി. തീയുടെ കണ്ടെത്തൽ കൂടിയായപ്പോൾ അവർ ഒന്നുകൂടി വളർന്നു. ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു തുടങ്ങി. ശൈത്യത്തെ അതിജീവിച്ചു. രാത്രിയിൽ ഇരുട്ടകറ്റി വെളിച്ചമുണ്ടാക്കി. എന്നാൽ വെങ്കലയുഗത്തിലെ ആരംഭത്തോടെ മനുഷ്യജീവിതം കുറച്ചുകൂടി എളുപ്പമുള്ളതായി. കൃഷിയുടെയും കന്നുകാലി വളർത്തലിൻ്റെയും തുടക്കമായ നവീന ശിലായുഗത്തിൻ്റെ തുടർച്ചയായിരുന്നു വെങ്കലയുഗം. ഈ കാലഘട്ടത്തിൽ ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ അവർ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിക്കുന്നതിന് സഹായകരമായി തീർന്നു. ഇതോടെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും സാധനങ്ങളുടെ കൈമാറ്റം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കൈമാറ്റ കേന്ദ്രങ്ങൾ രൂപപ്പെട്ടതോടെ പിൽക്കാലത്ത് പട്ടണങ്ങളും നഗരങ്ങളും ഉണ്ടായി. ഓക്കെ, അപ്പോൾ ആ ചോദ്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. വെങ്കലയുഗം സംസ്കാരങ്ങൾ. വെങ്കലയുഗത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഈ മാറ്റങ്ങളുടെ ഫലമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗത്തിൽ സംസ്കാരങ്ങൾ, അതായത് സിവിലൈസേഷൻസ് രൂപപ്പെട്ടു. അത്തരത്തിൽ
ഭൂപടത്തിൽ രൂപപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അതായത് വെങ്കലയുഗ സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെയാണ്? മെസപ്പൊട്ടോമിയം, ഈജിപ്തിയൻ, ചൈനീസ്, ഹാരപ്പൻ. അങ്ങനെ നാലെണ്ണമാണ് സിവിലൈസേഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വെങ്കലയുഗത്തിൽ നിലനിന്നിരുന്ന 4 പ്രധാന സംസ്കാരങ്ങളെ ചുവടെ നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ കണ്ടെത്തും. അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആദ്യത്തേത് ഈജിപ്തിയൻ സംസ്കാരം, അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, അതുപോലെ തന്നെ ഹരപ്പൻ സംസ്കാരം, അതുപോലെ തന്നെ ചൈനീസ് സംസ്കാരം. അപ്പോൾ 4 എണ്ണവും നമുക്ക് മാപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അപ്പോൾ ഇനി ഈ ഭൂപടം നോക്കിയതിന് ശേഷം നിരീക്ഷിച്ചതിന് പ്രധാന വെങ്കലയുഗ സംസ്കാരങ്ങൾ വികസിച്ചു വന്ന നദീതടങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ്. അപ്പോൾ നമുക്കറിയാം സംസ്കാരങ്ങൾ 4 എണ്ണമാണ്. അപ്പോൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരം എവിടെ നിന്നാണ് വികസിച്ചു വന്നിട്ടുള്ളത്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈജിപ്തീഷ്യൻ എവിടെ നിന്നാണ്? നൈൽ നദി. ഹരപ്പൻ ഏതിൽ നിന്നാണ്? സിന്ധു നദിയിൽ നിന്നാണ്. ചൈനീസ് ഹുവാങ്ഹോ നദിയിൽ നിന്നാണ്. ഈ വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ നമുക്കിപ്പോൾ 4 സംസ്കാരങ്ങൾ നോക്കുകയാണെങ്കിലും അതൊക്കെ എന്താണ്, ഓരോ നദീതടങ്ങളിലാണ് രൂപപ്പെട്ടത്. എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ട് നദീതടങ്ങളിൽ? ഉത്തരം ഫലഭൂയിഷ്ഠമായ മണ്ണ്, ജലലഭ്യത, അനുകൂല കാലാവസ്ഥ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണുള്ളത് കൊണ്ടും ജലലഭ്യത ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ അനുകൂല കാലാവസ്ഥയുള്ളത് കൊണ്ടും. ഇനി നമുക്ക് ഓരോന്നായി പഠിക്കാം. മെസപ്പൊട്ടോമിയൻ സംസ്കാരം ഭൂപടം 1.1, അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് നിരീക്ഷിച്ചിട്ട് മെസപ്പൊട്ടോമിയയുടെ സ്ഥാനം കണ്ടെത്തും. അപ്പോൾ നമുക്ക് മനസ്സിലായി അത് അവിടെയാണുള്ളതെന്ന്. ഇനി ഏതൊക്കെ നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയ സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. ഓക്കെ, അപ്പോൾ മെസപ്പൊട്ടോമിയ എന്നത് നദികൾക്കിടയിലെ പ്രദേശം എന്നതാണ് അർത്ഥം. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഇറാഖിൻ്റെ ഭാഗമാണ് ഈ പ്രദേശം. സുമേറിയൻ, ബാബലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതായിരുന്നു മെസപ്പൊട്ടോമിയൻ സംസ്കാരം. അപ്പോൾ ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ തന്നെ 4 എണ്ണം ഉണ്ട്. അപ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരമുള്ളത് എവിടെയാണ്? ഇറാഖിലാണുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ നദികളിലെ പ്രദേശം എന്നതാണ്. അപ്പോൾ അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കേണ്ടതാണ്. ഇനി നഗരജീവിതവും എഴുത്തുവിദ്യയുമാണ് പഠിക്കാൻ പോകുന്നത്. മെസപ്പൊട്ടോമിയൻ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത സുമേറിയക്കാരായിരുന്നു. ആരായിരുന്നു? അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. സുമേറിയക്കാരായിരുന്നു ആദ്യമായിട്ട് ഇതിനെ ഒന്ന് ഉയർച്ചയിലേക്കാക്കാനുള്ള സംഭാവനകൾ ചെയ്തിട്ടുള്ള ജനത എന്ന് പറയുന്നത്. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഉർക്ക്, ഉറോക്ക്, ലഗാഷ് എന്നിവ. അതായത് ഉർക്ക്, ഉറോക്ക്, ലഗാഷ് എന്നിവ പ്രധാനപ്പെട്ടിട്ടുള്ള മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ നഗരങ്ങളായിരുന്നു. മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം ക്യൂണിഫോം എന്നറിയപ്പെടുന്നു. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കുക. എന്താണ്? ക്യൂണിഫോം എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട് 1.7. ക്യൂണിഫോം ലിപിയാണത്. ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരായിരുന്നു. ആരായിരുന്നു? സുമേറിയക്കാരായിരുന്നു. അതുപോലെ ആപ്പിൻ്റെ ആകൃതിയിലുള്ള വെഡ്ജ് ഷേപ്പ്ഡ് ചിത്രലിപിയായിരുന്നു. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും അല്ലേ. അതുപോലെ തന്നെ കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത്. ഇനി അടുത്തത് മെസപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകളാണ്, കോൺട്രിബ്യൂഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ശാസ്ത്രത്തിലും ഗണിതത്തിലും നിയമത്തിലും ഒക്കെ ഉള്ളത്. അപ്പോൾ ആദ്യം ശാസ്ത്രവും ഗണിതവും നോക്കാം. പ്രപഞ്ചം, അതുപോലെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഹരണവും ഗുണനവും ഒക്കെ അവരാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അവരുടെ സംഭാവനകളാണ് ലോകത്തിൽ തന്നെ. നിയമം എന്ന് പറയുന്നത് സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുൻഗിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത്. ആരുടെ കാലഘട്ടത്തിലാണ്? ഡുൻഗിയുടെ കാലഘട്ടത്തിലായിരുന്നു. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചാണ് റാബിയുടെ നിയമസംഹിത. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം ഈ ഹമ്മുറാബിയുടെ നിയമസംഹിത എന്താണെന്ന്. അതായത് ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയ, അതായത് ഒരു ഭരണാധികാരിയായിരുന്നു ആര്? ഹമ്മുറാബി എന്ന് പറയുന്നത്. BCE 1792 മുതൽ 1750 വരെയുള്ള കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമസംഹിതയാണിത്. ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയായി ഇതറിയപ്പെടുന്നു. ഏറ്റവും പഴക്കമുള്ള നിയമസംഹിതയായിട്ടാണ് ഇതറിയപ്പെടുന്നത്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഈ നിയമസംഹിതയിൽ നിന്നുള്ളതാണ്. അതായത് എന്താണ്, നമ്മൾ കണ്ണിന് പകരം കണ്ണ്, അങ്ങനത്തെ ഒരു ശിക്ഷാരീതി ഇതിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
ഈ സിഗുറാത്തുകൾ. എന്താണ് ഈ സിഗുറത്ത് എന്ന് പറയുന്നത്? അതായത് മെസപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ സിഗുറത്തുകൾ എന്നറിയപ്പെടുന്നു. അതായത് അവരുടെ ആരാധനാലയങ്ങളാണ് സിഗുറത്തുകൾ സിഗുറത്ത് എന്ന് പറയുന്നത്. പ്രധാനമായ നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പണിതീരുന്നത്. ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. നഗരത്തിൽ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. അതായത് ഇന്നും ഇത് നമുക്ക് എന്ന് പറയുന്ന നഗരത്തിൽ ഇന്നും ഇത് സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ താഴെ ഒരു ചോദ്യമുണ്ട്, മെസപ്പൊട്ടോമിയക്കാരുടെ സാംസ്കാരിക സംഭാവനകളെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എല്ലാം കൂടെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ഇന്നത്തെ ഇറാഖിൽ സ്ഥിതി ചെയ്യുന്ന മെസപ്പൊട്ടോമിയൻ നഗരത്തിൽ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നു. മനുഷ്യ പുരോഗതിക്ക് അടിത്തറ പാകിയത് മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. ഭൂമിയും വികസിത സമൂഹങ്ങളും ഉള്ളതിനാൽ മെച്ചപ്പെട്ട നഗരങ്ങളുടെ കാരണമായി തീരുന്നു. നമുക്കുള്ള എല്ലാ പുരോഗതിയും കണ്ടുപിടുത്തങ്ങളുമായിരുന്നു അവർ. ഗണിതത്തിൽ പുരോഗമിച്ചു. ഈ മേഖലകളിൽ വളരെയധികം സംഭാവനകൾ നൽകി. അവരുടെ ഏറ്റവും വലിയ സംഭാവന തീർച്ചയായും എഴുത്താണ്. എഴുത്ത് ലോകത്തെ പരസ്പരം ആശയവിനിമയം വളർത്താൻ അനുവദിച്ചു. അപ്പം നമ്മൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരം മുഴുവനായി പഠിച്ചു. ഇനി നമുക്ക് ഈജിപ്ഷ്യൻ സംസ്കാരം പഠിക്കാം. അതായത് നേരത്തെ കണ്ട ഭൂപടം നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശം കണ്ടെത്തു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് എന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, നൈൽ നദിയിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരം ഏതാണ്? കൈറോ ആയിരുന്നു. ഈജിപ്തിലെ രാജാക്കന്മാർ എന്താണ് പറയപ്പെടുന്നത്? ഫറോവോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ. അപ്പോൾ നമുക്ക് ഈജിപ്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്ന ഒന്നാമത്തെ ഒരു കാര്യമാണ് പിരമിഡുകൾ. കാരണം നമുക്കറിയാവുന്നതാണ് ഈജിപ്തിലാണ് പിരമിഡുകൾ ഉള്ളതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു സവിശേഷതയാണ്, അതായത് ആ സംസ്കാരത്തിൻ്റെ ഒരു സവിശേഷതയാണ് പിരമിഡുകൾ. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈജിപ്തിയൻ്റെ രാജാക്കന്മാർ എന്താണ് അറിയപ്പെടുന്നത്? ഫറാവോ. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം. ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവ നൈൽ നദീതടത്തിൽ സമൃദ്ധമായി വളർന്നിരുന്നു. ഈ കർഷക സമൃദ്ധിയാണ് നൈൽ തടത്തിൽ ഒരു നഗരിക സംസ്കാരം വളർന്നു വരാൻ ഇടയാക്കിയത്. അതിനാൽ ഈജിപ്തിനെ നൈലിൻ്റെ ധാനം എന്ന് വിശേഷിപ്പിക്കുന്നു. അതായത് ഈജിപ്തിനെ എന്താണ് വിശേഷിപ്പിക്കുന്നത്? നൈലിൻ്റെ ദാനം. അതുപോലെ തന്നെ അവിടെ അവരുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഗോതമ്പ്, ബാർലി എന്നിവയുടെ ഒരുപാട് വളർന്നിരുന്നു. അപ്പോൾ സമൃദ്ധമായിട്ട് വളരുന്ന ഒരു പ്രദേശമായിരുന്നു ഈജിപ്തിയൻ എന്ന് പറയുന്നത്. കാരണം നൈൽ നദിയുടെ പരിസരത്തായതുകൊണ്ട് തന്നെ ഫലഭൂയിഷ്ഠമായ മണ്ണും അതുപോലെ തന്നെ അനുകൂല കാലാവസ്ഥയും ജലലഭ്യതയും ഒക്കെ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഈ പിരമിഡുകൾ എന്ന് പഠിക്കാം. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയായ ഫറോവമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. അതായത് പിരമിഡുകൾ എന്ന് പറയുന്നത് ശവകുടീരമാണ് രാജാക്കന്മാരുടെ. ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും പ്രശസ്തവുമാണ്. അപ്പോൾ പിരമിഡുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് മമ്മി? അതായത് മമ്മികൾ എന്ന് പറയുന്നത് മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്ക് ഉണ്ടായിരുന്നു. ഇപ്രകാരം സൂക്ഷിച്ച മൃതദേഹമാണ് മമ്മി എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതായത് മമ്മി എന്ന ഒറ്റവാക്ക് പറയുന്നത് മൃതദേഹമാണ്. അതായത് വളരെയധികം സുഗന്ധങ്ങളും ഒക്കെ പൂശിയിട്ട് സൂക്ഷിക്കുന്ന രീതിയായിരുന്നു ഈജിപ്തിൽ ഉണ്ടായിരുന്നത്. അതിനെയാണ് മമ്മി എന്നറിയപ്പെടുന്നത്. ഫറോവ ആയിരുന്നു തൂത്തൻഖാമിൻ്റെ മമ്മിയായി ഇവയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. അതുപോലെ തന്നെ പിരമിഡുകളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ അതായത് അവരുടെ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് പിരമിഡുകളുടെ ഉള്ളിലായിരുന്നു മമ്മികളെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈജിപ്ഷ്യൻ എഴുത്തുവിദ്യയെ കുറിച്ചിട്ടാണ് പറയുന്നത്. മെസപ്പൊട്ടോമിയയിലേതുപോലെ ഈജിപ്തിയിലും എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. അതായത് മെസപ്പൊട്ടോമിയയിൽ മാത്രമല്ല ഈജിപ്ഷ്യൻ സംസ്കാരത്തിലും ഉണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ എഴുത്തുവിദ്യയുടെ സവിശേഷത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവരുടെ എഴുത്തിൻ്റെ ലിപി എന്ന് പറയുന്നത് എന്താണ്? ഹൈറോഗ്ലിഫിക്സ് ആണ്. മെസപ്പൊട്ടോമിയക്കാരുടെ എന്താണ്? മറന്നുപോയോ? ക്യൂണിഫോം ആണല്ലോ. അപ്പോൾ രണ്ടും കൂടി തെറ്റരുത്. നിങ്ങൾ നന്നായിട്ട് മനസ്സിരുത്തി തന്നെ പഠിക്കേണ്ട ഒരു ഭാഗങ്ങളാണ്. മെസപ്പൊട്ടോമിയക്കാരുടെ ക്യൂണിഫോമും ഈജിപ്തുകാരുടെ ഹൈറോഗ്ലിഫിക്സ് ആണ്. ഇനി അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുരാതന ഈജിപ്തുകാരുടെ എഴുത്ത് ലിപി ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടിച്ചേർന്ന ലിപിയാണ്. വലത്തു നിന്ന് ഇടത്തോട്ടാണ് വായിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പോൾ മെസപ്പൊട്ടോമിയയും ഈജിപ്തും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് മറന്നു പോകരുത്. രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. നിങ്ങൾ നന്നായിട്ട് മനസ്സിരുത്തിയിട്ട് വായിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക.
ഈജിപ്തുകാരുടെ ശാസ്ത്ര നേട്ടങ്ങൾ നോക്കാം. ഗണിതവും ദൈവശാസ്ത്രവും ഈജിപ്തിൽ പുരോഗതി കൈവരിച്ചിരുന്നു. ഗണിതശാസ്ത്രത്തിലെ ജ്യാമിതിക് അടിസ്ഥാനമിട്ട് ഈജിപ്തുകാരായിരുന്നു. സങ്കലനം, വ്യവകലനം എന്നിവ ഇവരുടെ സംഭാവനകളായിരുന്നു. 30 ദിവസം വീതമുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസങ്ങൾ കൂടി ചേർന്ന് 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സോളർ കലണ്ടർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് സൗരപഞ്ചംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 365 ദിവസമാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ശാസ്ത്ര നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? ചൈനീസ് സംസ്കാരമാണ്. അപ്പോൾ ചൈനീസ് സംസ്കാരം പഠിക്കുക. ഹൊയാങ്ഹോ എന്ന നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു. കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിലെ അടിത്തറ. കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. മികവുറ്റ വെങ്കല ശില്പങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അതിലെ സവിശേഷതകൾ ചൈനീസ് സംസ്കാരത്തിൽ. അപ്പോൾ ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യണം. പരീക്ഷയ്ക്ക് ഏതെങ്കിലും 2 സംസ്കാരങ്ങളൊക്കെ താരതമ്യം ചെയ്യാനോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അങ്ങനെയൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളാണ് ഇതെല്ലാം. എഴുത്ത് സമ്പ്രദായം. ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതൽ തന്നെ എഴുത്ത് സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അക്ഷരങ്ങൾ പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന ചിത്രലിപിയായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾ പകരം ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി. മാറ്റങ്ങളോടെ ആ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഇന്നും ചൈനീസ് ലിപി ചൈനീസ് ഭാഗങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് അവർ ചിത്രലിപിയായിരുന്നു. പിന്നീട് അവർ കാലക്രമങ്ങളനുസരിച്ച് ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങളായി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട് ചൈനീസ് ലിപിയുടെ. ഇനി അടുത്തത് മെസപ്പൊട്ടേമിയ, ഈജിപ്ത്, ചൈന എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന എഴുത്ത് രീതിയുടെ പ്രത്യേകതകൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു 3 സംസ്കാരങ്ങളുടെയും ലിപികളെ കുറിച്ച് പഠിച്ചു, അതിൻ്റെ പ്രത്യേകതകളും പഠിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഈ പട്ടിക പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം മെസപ്പൊട്ടേമിയാണ്. അവിടുത്തെ ലിപി ഏതാണ്? ക്യൂണിഫോം ലിപിയാണ്. അപ്പോൾ ക്യൂണിഫോം എന്ന് എഴുതി. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഏതെങ്കിലും 2 എണ്ണമൊക്കെ എഴുതിയാൽ മതി, മുഴുവൻ എഴുതണമെന്നില്ല. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ മുഴുവൻ എഴുതിയാൽ മതി. ഇവിടെ എഴുതുമ്പോൾ കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. ദെൻ ഈജിപ്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ്. അപ്പോൾ ഹൈറോഗ്ലിഫിക്സ്. ഇനി വിശുദ്ധ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി ചൈനയുടെ ലിപി ഏതാണ്? ചിത്രലിപിയാണ്. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളായിരുന്നു അവിടെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പട്ടിക പൂർത്തീകരിച്ചു. ഇനി അവസാനത്തെ സംസ്കാരം ഏതാണ്? അപ്പോൾ ഹരപ്പൻ സംസ്കാരം നമുക്ക് നോക്കാം. വെങ്കലയുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹരപ്പൻ സംസ്കാരം. ഏകദേശം BCE 2600 മുതൽ BCE 1900 വരെയാണ് ഈ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായി പൊതുവെ കരുതപ്പെടുന്നത്. ഹരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം. അതിനാലാണ് ഈ സംസ്കാരത്തെ ഹരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അണ്ടർലൈൻ ചെയ്തു വെക്കുക. ദെൻ ഈ സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദീതീരത്തായതിനാൽ സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നു. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. അതിനാൽ ഇന്ത്യയിലെ 1ാമത്തെ നഗരവൽക്കരണം എന്ന് ഈ സംസ്കാരത്തെ വിശേഷിപ്പിക്കാം. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞത്? ഹരപ്പൻ സംസ്കാരത്തിൻ്റെ വിശേഷണങ്ങളും സവിശേഷതകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത്? വെങ്കല യുഗത്തിൽ നിന്ന് സിന്ധു നദീതട നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹരപ്പൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ബോക്സിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. ഇവിടെ സർ ജോൺ മാർഷൽ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അതായത് പൊതുമുതൽ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ പുരാവസ്തുക്കളായിട്ടുള്ള സാധനങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ASI എന്ന് പറയുന്നത് നിലവിൽ വന്നത്. 1902 മുതൽ 1928 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായിരുന്ന സർ ജോൺ മാർഷൽ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഹരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത്. അപ്പോൾ സർ ജോൺ മാർഷലാണ് ഈ ഗവേഷണങ്ങളിലൂടെ ഹരപ്പൻ സംസ്കാരം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് വലിയൊരു പങ്ക് തന്നെ ഈ ഹരപ്പൻ സംസ്കാരത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇവിടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. 1.2 ഭൂപടം നിരീക്ഷിച്ച് ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അപ്പോൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, മോഹൻജദാരോ. ഇനി ഏതൊക്കെയാണ്? ആ പട്ടിക നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹരപ്പ കണ്ടെത്താം, അതുപോലെ തന്നെ കാലിബംഗൻ കണ്ടെത്താം, ലോഥാൽ കണ്ടെത്താം. അതൊക്കെയാണ് നമുക്ക് ആ ഭൂപടത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നത്. ഈ ഹരപ്പൻ സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം.
ടൗൺ പ്ലാനിംഗ്, നഗരാസൂത്രണം എന്താണെന്ന് നോക്കാം. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം. തെരുവുകളുടെ ഇരുവശങ്ങളിലൂടെയുമായി അവർ വീടുകൾ നിർമ്മിച്ചിരുന്നു. ചുട്ടെടുത്ത ഇഷ്ടികകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അവർ ഉപയോഗിച്ചിരുന്നത്. അഴുക്കുചാൽ സമ്പ്രദായം ഹരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷതയായിരുന്നു. അപ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അഴുക്കുചാൽ സമ്പ്രദായം വളരെ പ്രധാനപ്പെട്ടൊരു സവിശേഷതയായിരുന്നു ഹരപ്പൻ സംസ്കാരത്തിലുണ്ടായിരുന്നത്. വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവിലെ അഴുക്കുചാലുകളിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടുന്ന തരത്തിലായിരുന്നു നഗരങ്ങളുടെയും അഴുക്കുചാലുകളുടെയും ആസൂത്രണം. അതായത് ചെളിവെള്ളവും അതുപോലെ തന്നെ മലിനജലവും ഒക്കെ അഴുക്കുചാലുകൾ വഴി നഗരത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ആസൂത്രണമായിരുന്നു നഗരാസൂത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കുറിപ്പ് എഴുതാനും താരതമ്യം കുറിപ്പ് എഴുതാനൊക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി അടുത്തതാണ് ഗ്രേറ്റ് ബാത്ത്, അതായത് മോഹൻജദാരോയിലെ വലിയ കുളം എന്താണെന്ന് നോക്കാം. ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമായിരുന്നു മോഹൻജദാരോ. അപ്പോൾ നമ്മൾ നേരത്തെ ഭൂപടത്തിൽ നിന്ന് കണ്ടു, എവിടെയാണതെന്ന് മനസ്സിലാക്കി. വലിയ കുളമാണ് ഈ നഗരത്തിലെ ഏറ്റവും സവിശേഷമായ നിർമ്മിതി. ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകൾ, കുളിക്കുവാനായി കുളിമുറികൾ ഉണ്ടായിരുന്നു. ശുദ്ധജലം നിറക്കാനും മലിനജലം പുറത്തേക്കൊഴിക്കുവാനുള്ള സംവിധാനം ഇവിടെ നിലനിന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് വലിയ കുളത്തിൻ്റെ, അതായത് ഗ്രേറ്റ് ബാത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ആ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പടവുകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുളിമുറികൾ ഉണ്ടായിരുന്നു. ശുദ്ധജലം നിറക്കാനും അതുപോലെ തന്നെ മലിനജലം പുറത്തേക്ക് വിടാനുമുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നതാണ് വലിയ കുളം എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു പ്രത്യേകതയാണ് എന്താണ്? ധാന്യപ്പുര, അതായത് ഗ്രാനറി എന്ന് പറയുന്നത്. ഹരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. എന്തായിരുന്നു ജോലി? കൃഷിയായിരുന്നു. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഗുജറാത്തിലെ രംഗ്പൂർ, ലോഥാൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തെളിവുകൾ ലഭിച്ചത് കൊണ്ടാണ് നമുക്കിത് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു. അതുപോലെ തന്നെ ഹരപ്പയിൽ കണ്ടെത്തിയ ധാരാളം ചരിത്രശേഷിപ്പാണ് ധാന്യപ്പുര. അപ്പോൾ ഒരുപാട് ധാന്യപ്പുരകൾ കണ്ടെത്തിയിട്ടുണ്ട് ഹരപ്പയിൽ. ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കുവാനുമാണ് ധാന്യപ്പുരകൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതാണ് ഗ്രാനറി, ധാന്യപ്പുരയെ കുറിച്ചിട്ട്. അതിൻ്റെ ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട്. ഇനി കരകൗശല വിദ്യയാണ്. അതായത് ഹരപ്പൻ ജനത കരകൗശല വിദ്യയിൽ വൈദഗ്ധരുള്ളതായിരുന്നു, അതായത് വിദഗ്ധരായിരുന്നു. ചുവടെ നൽകിയെടുക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കും. അപ്പോൾ അതിൽ കരകൗശല വസ്തുക്കൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കളിപ്പാട്ടങ്ങൾ, മുദ്രകൾ, ആഭരണങ്ങൾ, മൺപാത്രം, നർത്തകിയുടെ വെങ്കല പ്രതിമ, അതൊക്കെ അന്നത്തെ മനുഷ്യർ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അവരുടെ കഴിവുകൾ കൊണ്ട്. അപ്പം അതിൻ്റെ തെളിവുകളും അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രവർത്തനമുണ്ട്. ഈ ചിത്രങ്ങളിൽ നിന്ന് ഹരപ്പൻ ജനതയുടെ കരകൗശല വിദ്യയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? കണ്ടെത്തി ആശയപടം പൂർത്തീകരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ചിത്രങ്ങളുണ്ട്, കളിപ്പാട്ടങ്ങൾ, മുദ്രകൾ എന്നൊക്കെ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഹരപ്പൻ ജനതയുടെ കരകൗശല വിദ്യ ഏതാണ്? 2 അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മുദ്രകൾ നിർമ്മിച്ചിരുന്നു, കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിരുന്നു. ഇനി എന്തൊക്കെയാണ്? ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു, മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു, പ്രതിമകൾ നിർമ്മിച്ചിരുന്നു. സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പികളും കൊണ്ടുണ്ടാക്കിയ മാലകളും കൈവളകളും കർണാഭരണങ്ങളും ഇവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. കളിമണ്ണ് കൊണ്ടുള്ള ശിലകൾ കൊണ്ടും അവർ മുദ്രകൾ നിർമ്മിച്ചിരുന്നു. ഹരപ്പൻ നഗരങ്ങളിൽ നിന്നും കണ്ടെത്തിയ കളിപ്പാട്ടങ്ങൾ, മൺപാത്രങ്ങൾ, വെങ്കല പ്രതിമ എന്നിവയെല്ലാം ഹരപ്പൻ ജനതയുടെ കാലവിദഗ്ധം പ്രകടമാകുന്നു. അപ്പോൾ അവരെന്താണ്, ഒരു അതിവിദഗ്ധരായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്നതിൽ. അതായത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള തെളിവുകളൊക്കെ ഹരപ്പൻ സ്ഥലത്തുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അവരുടെ എഴുത്തുവിദ്യ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മെസപ്പൊട്ടോമിയയുടെ പഠിച്ചു, ചൈനീസിൻ്റെ പഠിച്ചു, ഈജിപ്തിൻ്റെ പഠിച്ചു. ഇനി നമുക്ക് എഴുത്തുവിദ്യ ഹരപ്പൻ സംസ്കാരത്തിലെ നോക്കാം. ഹരപ്പൻ ജനതയ്ക്ക് അവരുടേതായ എഴുത്ത് രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും അവരുടേതായിട്ടുള്ള എഴുത്ത് രീതി ഉണ്ടായിട്ടുണ്ട്. അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് അവർ എഴുതാനായി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എഴുതാൻ എന്താണ് ഉപയോഗിച്ചിരുന്നത്? ചിഹ്നങ്ങളാണ്, അക്ഷരങ്ങളല്ല. മുദ്രകളാണ് അവരുടെ എഴുത്തുവിദ്യ ഏറ്റവും അധികം കാണപ്പെട്ടത്. അതാണ് മുദ്രകളിലാണ് അവർ ഏറ്റവും അധികം എഴുത്തുവിദ്യ കാണപ്പെടുന്നത്. അപ്പോൾ അതാണ് അതിലെ സവിശേഷത എന്ന് പറയുന്നത്. ഇനി ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ച നോക്കാം. എങ്ങനെയാണ് അത് തകർന്നത് എന്ന് നോക്കാം. ഏകദേശം BCE 1900 കൂടി ഹരപ്പൻ നഗരങ്ങൾ തകർച്ചയെ നേരിട്ടു. അപ്പോൾ തകർച്ചയെ അവർ
ത്തിലാണ് നേരിട്ട് തുടങ്ങിയത്. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ കൃത്യമായ കാരണം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. ഒരുപാട് അഭിപ്രായങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അവയിൽ ചിലത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടൊക്കെ വരും. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ച, അതിലെ 4 കാര്യങ്ങളാണ് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, നിരന്തരമുണ്ടായ പ്രളയം, വനനശീകരണം, ഭൂമിയുടെ അമിതമായ ഉപയോഗം, ഇവയൊക്കെ കാരണമാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രാചീന കാലത്തെ മനുഷ്യ ചരിത്രത്തെ രേഖപ്പെടുത്തുക എന്നത് ഏറെ ദുഷ്കരവും ശ്രമകരവുമായ പ്രവൃത്തിയാണ്. എഴുതപ്പെട്ട തെളിവുകൾ ഒന്നും ലഭ്യമല്ലാത്ത ചരിത്രാതീതമായ കാലഘട്ടങ്ങളിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും പഠിക്കാൻ ചരിത്രശേഷിപ്പുകളായ പുരാവസ്തു തെളിവുകൾ മാത്രമാണ് നമുക്ക് ആശ്രയം. ഇത്തരം തെളിവുകൾ വിശകലനം ചെയ്താണ് ചരിത്രകാർ മനുഷ്യരുടെ ഉൽപ്പത്തി മുതലുള്ള ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ഫോസിൽ അവശിഷ്ടങ്ങൾ തെളിവുകൾ നൽകുമ്പോൾ ആയുധങ്ങളും ഉപകരണങ്ങളും ഗുഹാചിത്രങ്ങളും ശിലായുഗ കാലത്തെ മനുഷ്യരെക്കുറിച്ച് നമ്മോട് പറയുന്നു. നവീന ശിലായുഗത്തെ കാലത്തെ കൃഷിയുടെ ആരംഭവും സ്ഥിരവാസ കേന്ദ്രങ്ങളുടെ വികാസവും മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായിരുന്നു. വെങ്കലയുഗത്തിലെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംസ്കാരങ്ങൾ, അക്കാലഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ച നേട്ടങ്ങളും ചരിത്രം നമുക്ക് കാട്ടിത്തരുന്നു. പ്രാചീന സംസ്കാരങ്ങളിൽ രൂപപ്പെട്ട രീതികളും അറിവുകളുമാണ് ഇന്നത്തെ സംസ്കാരത്തിൻ്റെ അടിത്തറ. ഭൂതകാലത്തെക്കുറിച്ചുള്ള ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ഭാവിയിലേക്കുള്ള ചവിട്ടുപടിയാകാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ പാഠമായ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്ന് പറയുന്ന പാഠം. അപ്പോൾ കുറച്ച് വലിയ പാഠമാണ്. അപ്പോൾ നമുക്ക് 40 മിനിറ്റ് കൊണ്ട് നമ്മളിത് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിത് കുറച്ചായിട്ട് സമയം കിട്ടുമ്പോൾ ഒക്കെ പഠിക്കേണ്ടതാണ്. കാരണം ഇത് വലിയ പാഠമാണ്. അതുപോലെ തന്നെ പഠിക്കുമ്പോൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഓരോ കാര്യങ്ങൾ മനസ്സിരുത്തി പഠിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തത് റിവൈസ് ചെയ്ത് വെക്കാം. നമ്മൾ ആദ്യം പൂർവികരെ കണ്ടെത്താമെന്ന് പറയുന്ന ഭാഗം പഠിച്ചു. അതിനുശേഷം BCE എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ മനുഷ്യരുടെ ഉത്ഭവവും അതുപോലെ തന്നെ പരിണാമവും പഠിച്ചു. അതുപോലെ തന്നെ എന്താ പഠിച്ചു, ചാൾസ് ഡാർവിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ പഠിച്ചു മനുഷ്യരുടെ വിവിധ ഘട്ടങ്ങൾ പഠിച്ചു. അതായത് ശിലായുഗം 3 തരമായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം, മധ്യശിലായുഗം. അതിലെ സവിശേഷതകൾ പഠിച്ചു. അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം കൃഷിയുടെ ആരംഭവും അതിൻ്റെ സ്ഥിരവാസവും എല്ലാം പഠിച്ചു. അതിൽ നിന്ന് ശിലയിൽ നിന്ന് ലോഹത്തിലേക്ക് എന്ന് പറയുന്ന ഭാഗം പഠിച്ചു. അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയതാണ്. അവിടെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നതൊക്കെ കൂട്ടുകാർ എന്തായാലും പഠിച്ചു വെക്കേണ്ടതാണ്. പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിനുശേഷം നമ്മൾ വെങ്കലയുഗ സംസ്കാരങ്ങൾ പഠിച്ചു. അതായത് 4 സംസ്കാരങ്ങളുണ്ട്: ഹരപ്പൻ, മെസപ്പൊട്ടോമിയൻ, അതുപോലെ തന്നെ ഈജിപ്തിയൻ, ചൈനീസ്. അതിനെക്കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളും ശാസ്ത്ര നേട്ടങ്ങളും എഴുത്തുവിദ്യയും അത് എങ്ങനെയാണ് ഉത്ഭവിച്ചിട്ടുള്ളത്, അതിൻ്റെ നദികൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അപ്പോൾ അതൊക്കെയാണ് പഠിച്ചത്. അതിലെ സവിശേഷമായിട്ടുള്ള ഓരോ സംസ്കാരത്തിലും ഓരോ പ്രത്യേകതകളുണ്ട്. അതായത് ഈജിപ്ത് നോക്കുകയാണെങ്കിൽ അതിലുള്ളതാണ് പിരമിഡുകൾ, മമ്മികൾ. അതുപോലെ തന്നെ അതിലെ എഴുത്തുവിദ്യ പഠിച്ചു, ശാസ്ത്ര നേട്ടം അതൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ ചൈനീസിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഹരപ്പയിൽ പഠിച്ചതാണ് നമ്മൾ നഗരാസൂത്രണം, അതുപോലെ തന്നെ വലിയ കുളം, അതൊക്കെ പഠിച്ചു. കരകൗശല വിദ്യയെക്കുറിച്ചും പഠിച്ചു. അതുപോലെ തന്നെ അവസാനം പഠിച്ചത് എന്താണ്, ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയെക്കുറിച്ചും പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. വലിയൊരു പാഠമായിരുന്നു. അപ്പോൾ ഇതൊന്ന് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ പാഠത്തിൻ്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 6ാം ക്ലാസ്സിൻ്റെ മറ്റ് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മലയാളം, കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി, ഇംഗ്ലീഷ് എന്നിവ. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ അതൊക്കെ ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.